ഇസ്രായേലിന് നേരെ യമന്റെ കനത്ത മിസൈൽ ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്തു. ഫലസ്തീൻ 2 മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് ബെൻഗൂറിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തിയത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്നത്. സുൽഫിക്കർ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആക്രമണം നടത്തുകയും അത് ലക്ഷ്യത്തിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് യമൻ അവകാശപ്പെട്ടു. എന്നാൽ തങ്ങൾക്കത് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുകയും ചെയ്തു. ഇപ്പോഴത്തെ പുതിയ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് ബെൻഗൂറിയൻ എയർപോർട്ടിൻ്റെ അകത്തു നിന്ന് യാത്രികർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരിക്കുക. അതിൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വലിയ ശബ്ദത്തോട് കൂടിയിട്ട് സ്ഫോടനം നടന്നു എന്നാണ് പറയുന്നത്. സൈറൻ മുഴങ്ങിയതിൻ്റെ ശബ്ദത്തോടു കൂടിയാണ് ഓടിയത് എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു. എന്നാൽ അങ്ങനെയല്ല, ഈ സ്ഫോടനം നടന്നതിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിന്ന് യാത്രക്കാർ പുറത്തോട്ട് ഓടുന്നതും അതിൻ്റെ അകത്ത് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെയാണ് പുറത്തു വരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസ് നിർത്തിവെച്ചതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു. നിർത്തിവെക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ സമയപരിധി കഴിഞ്ഞിട്ട് വീണ്ടും തുടരാൻ വേണ്ടി ആദ്യഘട്ടത്തിൽ തന്നെ തീരുമാനിച്ചിരുന്നു. അത് ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തോടനുബന്ധിച്ചാണ് ബെൻഗൂറിയൻ എയർപോർട്ടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 40-ലധികം വിമാന കമ്പനികൾ സർവീസ് തന്നെ നിർത്തിവെച്ചത്. അത് വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ ഒരാഴ്ച 15 ദിവസങ്ങളിൽ നീട്ടി കൊണ്ടുവരുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്തിരുന്നത്. ഇപ്പോൾ ഏറെക്കുറെ സമ്പൂർണ്ണമായി തന്നെ ഈ മേഖലയിലേക്കുള്ള സർവീസ് നിർത്താൻ വേണ്ടി ചില യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ ബ്രിട്ടന്റെ പേരും ഈ ഫ്രാൻസിന്റെ പേരൊക്കെ ഉണ്ട് എന്നും പറയുന്നു. അപ്പോൾ 2 വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രശ്നമായിട്ട് നിലനിൽക്കുന്നു. ഒന്ന്, ഇസ്രായേലിലെ ഇപ്പോഴത്തെ സമീപനങ്ങളും നിലപാടും ഒരു തലത്തിലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല. കൂട്ടക്കൊല ചെയ്യുന്ന പ്രവൃത്തി ഒരു യുദ്ധത്തിന്റെ രീതിയല്ല, യുദ്ധ കുറ്റമാണ് അത് ചെയ്യുന്നത്. ആ പ്രവർത്തനം തങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല, തങ്ങൾ ആയുധം അതിന് നൽകില്ല. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ മേഖലയിൽ വല്ലാതെ രീതിയിലൊന്നും ആക്രമണം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്ത വിധം അവർക്കുള്ള ആയുധ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് യൂറോപ്യൻ യൂണിയനിലെ പരമാവധി രാജ്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നടക്കുന്നതിനിടെ തന്നെയാണ് ഈ യമന്റെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന ആക്രമണം വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തതിൻ്റെ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. കാര്യം അവരിപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷ്യം കാണുന്ന തരത്തിലുള്ള ആക്രമണമാണ്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിച്ചത്. അതിനെ മേഡ് ഇറാനാണ് എന്നാണ് പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ കൈവശത്തിലുള്ള വളരെ പ്രധാനമായിരിക്കുന്ന ദൂര മിസൈലുകളൊക്കെ വൈദൂര മിസൈലുകളെല്ലാം യമനിലേക്ക് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു കപ്പൽ നിറയെ ആയുധങ്ങളുമായിട്ട് എത്തിയിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അത് കടലിൽ മുക്കാൻ വേണ്ടി സാധിച്ചു എന്നൊക്കെയാണ് ഇസ്രായേൽ അതിനോടനുബന്ധിച്ച് അവകാശം പറഞ്ഞത്. എന്നാൽ മുക്കിയ കപ്പലോ അല്ലെങ്കിൽ ഈ ആക്രമണം നേരിട്ട കപ്പലോ വേറെ ആണെന്നും ഈ ആയുധ കപ്പൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. അത് ഇറാനിൽ നിന്നാണ് വന്നതെന്ന് പറയുന്നു. പക്ഷേ നേരിട്ട റൂട്ട് ഇറാൻ വഴിയല്ല, മറ്റേതോ മാർഗത്തിലൂടെ എത്തിയെന്നാണ് പറയുന്നത്. ആയുധത്തിന്റെ കുറവ് കാര്യങ്ങളൊന്നും നിലവിൽ ഈ യമനെ സംബന്ധിച്ചിടത്തോളം അവർക്കില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രോക്സി വിഭാഗവുമായി അതല്ലെങ്കിൽ ഇറാന്റെ വിഭാഗം ഇപ്പോൾ നേർക്കുനേരെ ഇസ്രായേലുമായിട്ട് ഏറ്റുമുട്ടുന്നത് ഈ പറയപ്പെട്ട യമനാണ്. ലെബനാനെ കേന്ദ്രീകരിച്ച് ഹിസ്ബുള്ള ഗ്രൂപ്പ് ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ട് അവരിൽ നിന്ന് വല്ലാത്ത ആക്രമണം ഉണ്ടാവാറില്ല. എന്നാൽ ഇപ്പോൾ ഈ ഫലസ്തീനിലുള്ള ഗസയിലുള്ള ഹൂത്തികളുടെ ആക്രമണം കുറച്ചുകൂടി ശക്തമായിരിക്കുന്നു, മുമ്പത്തേതിനേക്കാൾ വ്യത്യസ്തമായ രീതിയിൽ എന്ന് പറയുന്നു. അപ്പോൾ പ്രതിരോധവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയും ഒന്നുകൂടി സജീവമാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നു. സൈനിക ആക്രമണങ്ങൾ വലിയ ശക്തമായ രീതിയിൽ ഗസയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഗസയുടെ പ്രദേശം പിടിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള താല്പര്യം കാണിക്കുകയും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ അല്ലെങ്കിൽ നിയമപരമായിരിക്കുന്ന അതിൻ്റെ ഇടപെടലിന് വേണ്ടിയിട്ട് സെനറ്റിനെ കൊണ്ട് നെസത്തിനെ കൊണ്ട് അത് അംഗീകരിപ്പിക്കുകയും ചെയ്തു. പാർലമെന്റിൽ വലിയ എതിർപ്പ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭൂരിപക്ഷത്തോടു കൂടി ഗസയെ പിടിച്ചെടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഭരണപക്ഷം പരമാവധി ആളുകളൊക്കെ അത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 62 പാർലമെന്റ് അംഗങ്ങളാണ് അവർക്കുള്ളത്, 57ഓളം പ്രതിപക്ഷമാണുള്ളത്. അതുകൊണ്ട് ചെറിയൊരു വ്യത്യാസത്തിലാണ് ഇപ്പോൾ അവരവിടെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഭരണകക്ഷികൾ പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകിയതോടുകൂടി ഈ മേഖല സജീവമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അവർക്ക് വരുന്ന വിഷയമായിട്ട് തന്നെ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് യമനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കാത്തത്? യമൻ യഥാർത്ഥത്തിൽ ലെബനാന്റെ അത്ര പോലും സൈനിക ബലവും ശക്തിയില്ലാത്ത രാജ്യമാണ്. യമനിലെ ഒരു പ്രത്യേക വിമത ഗ്രൂപ്പായിരിക്കുന്ന ഹൂത്തികളാണ് ഈ പ്രവൃത്തി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പല ഘട്ടങ്ങളിലും യുദ്ധവും പോരാട്ടവും ഇവർക്കെതിരെ നടത്തിയിട്ട് പോലും വിജയിക്കാൻ സാധിക്കാത്തതിന്റെ കാരണത്തെക്കുറിച്ച് ഒരു കൃത്യമായിരിക്കുന്ന വിശദീകരണം നൽകാൻ ഇപ്പോഴും ഇസ്രായേലിന് യഥാർത്ഥത്തിൽ സാധിക്കുന്നില്ല. അവരൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഘട്ടങ്ങളിലും അമേരിക്കയോട് ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഈ കാര്യത്തിൽ ഞങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ യമനുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്
അമേരിക്ക ചെങ്കടലിലേക്ക് വരണം എന്ന് തന്നെയാണ്. ചെങ്കടൽ വിട്ടുപോയതാണ്. ഇവിടെ അമേരിക്കയും യമനും തമ്മിലൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമിക്കില്ല എന്നുള്ളതാണ് കരാർ. ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കില്ലെന്ന് യമനും, അതോടൊപ്പം തന്നെ യമനിൻ്റെ അകത്ത് കയറിയിട്ട് അമേരിക്കയോ ബ്രിട്ടനോ ആക്രമിക്കില്ലെന്ന് അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയ പരസ്പര കരാർ ഉടമ്പടിയാണ്. അതോടനുബന്ധിച്ച് ചെങ്കടലെ കേന്ദ്രീകരിച്ചുകൊണ്ട് ലാൻഡ് ചെയ്യപ്പെട്ട പല യുദ്ധക്കപ്പലുകളും അവിടെ നിന്ന് അവർ കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നതോടുകൂടി ചെങ്കടൽ വഴി ഇസ്രായേലിനെ യമൻ ആക്രമിക്കുന്ന സമയത്ത് വലിയ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ ചെങ്കടലിൽ അമേരിക്ക ഉണ്ടെങ്കിൽ ഇതിനെ നിയന്ത്രിക്കാനും ഒരുപക്ഷെ തകർക്കാനും അതല്ലെങ്കിൽ മുന്നറിയിപ്പ് നൽകാനും ഒക്കെ സാധിക്കുമായിരുന്നു എന്ന് ഇസ്രായേൽ കണക്കൂട്ടുന്നു. അപ്പോൾ ഈ വിഷയം പല ഘട്ടങ്ങളിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് സംഘർഷാവസ്ഥ രൂക്ഷമാവുകയും തങ്ങൾക്കുള്ള സുരക്ഷിതത്വം തകരാൻ അത് സാധ്യമാവുകയും ചെയ്യും എന്നാണ് അമേരിക്ക വിലയിരുത്തുന്നത്. രണ്ട് തരത്തിൽ അമേരിക്ക അതിനെ വിലയിരുത്തുന്നുണ്ട്. ചെങ്കടൽ കേന്ദ്രീകരിച്ചുകൊണ്ട് തങ്ങളുടെ കപ്പൽ സുരക്ഷിതമാകണമെങ്കിൽ ഈ കരാർ വ്യവസ്ഥ നിലനിൽക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അവർ നടത്തുന്ന മിസൈലിന്റെ ശക്തിയും നൂതനമായിരിക്കുന്ന ആയുധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണവും അത്ര തന്നെ കണ്ട് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നില്ല. രണ്ടാമത്തെ വിഷയം പറയുന്നത് മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് യമൻ ആക്രമണം നടത്താൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും യമനുമായി ഏറ്റുമുട്ടിയ അല്ലെ യമന്റെ പ്രോക്സി വിഭാഗവുമായിട്ട് ഏറ്റുമുട്ടിയ രാജ്യമാണ് മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും. അപ്പോൾ അവരുമായിട്ട് ഇനിയും ഒരു വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളെ യമൻ ലക്ഷ്യമാക്കുകയാണെങ്കിൽ അവിടെ രണ്ട് പ്രശ്നങ്ങൾ അവർ പറയുന്നുണ്ട്. അതിൽ ഒന്ന് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ മേഖലയിൽ യുദ്ധം ഉണ്ടാവുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങൾ അവിടുത്തെ രാഷ്ട്ര ഭരണാധികാരിയിൽ ഇടപെട്ടുകൊണ്ട് അമേരിക്കയോട് രാജ്യം വിട്ടു പോകാൻ പറയുമോ എന്നൊരു വലിയ പേടിയുണ്ട്. അത് ഏറെക്കുറെ ഖത്തർ അത് പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. അത് പരസ്യമായി ഔദ്യോഗികപരമായി ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. പറയുന്ന കാര്യം, നിങ്ങൾ ആക്രമിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ഈ ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയത്. ഞങ്ങളും അവരും തമ്മിൽ, ഖത്തറും ഇറാനും തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. വലിയ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ്, സുഹൃത്ത് ബന്ധങ്ങളാണ്. പക്ഷെ ഞങ്ങളുടെ രാജ്യത്തേക്ക് അവർ ആക്രമണം നടത്തിയെന്ന് പറയാൻ നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൻ്റെ കാര്യം എന്താ? നിങ്ങളോടുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് പോയിട്ടുണ്ടെങ്കിലോ ഇവിടെ ആക്രമണം നടത്തിയില്ലായിരുന്നു. ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഈ മേഖലയിൽ ഉണ്ടാവുക എന്നുള്ളത് തങ്ങൾക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്, നിർബന്ധമായിട്ട് വേണ്ടതാണ്. കാര്യം ലോകത്തിലെ വ്യത്യസ്ത രാജ്യങ്ങൾക്കിടയിലുള്ള വിഷയപ്രശ്നത്തിനൊക്കെ പരിഹാരമുണ്ടാക്കുന്ന ഇടമാണ് ഖത്തർ എന്ന് പറയുന്നത്. ആ ഖത്തറിനെ തന്നെ ആക്രമിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും അമേരിക്കയാണ് ഉണ്ടാക്കിയത്. പല ഘട്ടങ്ങളിലുള്ള ഇപ്പോൾ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ മധ്യസ്ഥയുമായിട്ട് മുന്നോട്ട് വന്ന രാജ്യം ഖത്തറാണ്. അതിപ്പോഴും തുടരുന്നു. യുദ്ധം തുടങ്ങിയത് മുതൽ ഇപ്പം നിലനിൽക്കുന്ന നമ്മുടെ ഓഗസ്റ്റ് മാസത്തിൽ വരെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രശ്നപരിഹാരത്തിന് വേണ്ടിയിട്ട് മധ്യസ്ഥത വഹിക്കുന്ന രാജ്യത്തിൻ്റെ പേര് ഖത്തർ എന്നാണ്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കയുടെ സൈനികർ താലിബാന്റെ ഭരണം അവിടെ രണ്ടാം ഘട്ടത്തിൽ വന്നതോട് കൂടിയിട്ട് ഏകദേശം 25,000-ഓളം എന്ന് പറയുന്നു, അത്രയും അമേരിക്കയുടെ സൈനികർ അവിടെ കുടുങ്ങിപ്പോയൊരു സ്ഥിതി ഉണ്ടായിരുന്നു. താലിബാനും അമേരിക്ക ഒരിക്കലും യോജിക്കൂല. അതുകൊണ്ട് അവർ തമ്മിൽ സംഘർഷാവസ്ഥ വിഷയം ഉണ്ടാകുന്ന സമയത്ത് വലിയ നാശങ്ങളും വലിയ നഷ്ടങ്ങളും ഉണ്ടാവും എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അമേരിക്കക്ക് അറിയാവുന്നതാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയത് ഖത്തറാണ്. ഖത്തറും താലിബാനുമായിട്ട് നല്ല സൗഹൃദ ബന്ധമാണ്. അവരുടെ ഓഫീസ് സമുച്ചയങ്ങളും സംവിധാന കാര്യങ്ങളൊക്കെ ഖത്തറിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അമേരിക്കയുമായിട്ട് വലിയ സൗഹൃദ രാജ്യമാണ് ഖത്തറിന്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി ഖത്തറിന് സാധിച്ചു. അങ്ങനെ ഒരു കരാർ വ്യവസ്ഥ പ്രകാരം താലിബാൻ വളരെ സുരക്ഷിതമായ രീതിയിൽ തന്നെ യാതൊരു അക്രമങ്ങളും ഉണ്ടാക്കാത്ത തരത്തിൽ ഇവിടെ ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഖത്തറിലേക്ക് വരാനുള്ള അനുമതി നൽകി. അങ്ങനെ അവിടുന്ന് പോയി, അവിടുന്ന് ഖത്തറിൽ നിന്നാണ് പിന്നെ അമേരിക്കയിലേക്ക് പോകുന്നത്. അതിനുശേഷം പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിൽ പിന്നീട് ഖത്തർ ഇടപെട്ടിട്ടില്ല. കാര്യം അവിടെ ഒരുപാട് അമേരിക്കയുടെ യുദ്ധ ഹെലികോപ്റ്ററുകളും യുദ്ധവിമാനവുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനം, പിന്നെ കവചിത വാഹനങ്ങളും ടാങ്കും അടക്കമുള്ള സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് വിട്ടുതരാൻ വേണ്ടിയിട്ട് അമേരിക്ക ആവശ്യപ്പെട്ടു. അതിൽ ഇടപെടണമെന്ന് ഖത്തറിനോട് പറഞ്ഞു. എന്നാൽ താലിബാനുമായിട്ട് ചെറിയ രീതിയിൽ സംസാരിച്ച് നോക്കുന്ന സമയത്ത് തന്നെ തങ്ങളുടെ രാജ്യത്ത് ഉപേക്ഷിക്കപ്പെട്ടു പോയിരിക്കുന്ന വസ്തുക്കളും തങ്ങളുടെ രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വസ്തുക്കളും തങ്ങൾ ഒരിക്കലും തിരിച്ചു നൽകുകയില്ല. ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത് എന്ന് തന്നെ താലിബാൻ സർക്കാർ ഖത്തറിനോട് പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നതാണ്, രഹസ്യമായിട്ടാണെങ്കിൽ പോലും.
പിന്നീട് അതിനെക്കുറിച്ച് അമേരിക്ക സംസാരിച്ചിട്ടില്ല. പറയുന്ന കാര്യം, അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധിയും രാജ്യവും തമ്മിൽ ഉണ്ടാകുന്ന സമയത്ത് ഇടപെടുന്ന ഖത്തർ എന്ന് പറയുന്ന രാജ്യത്തിന് നേരെ തന്നെ ഇറാൻ ആക്രമിച്ചത് നിങ്ങളിവിടെ ഉണ്ടായിട്ടാണ് എന്നുള്ള ഒരു പരാമർശം ഖത്തറിൻ്റെ ഭാഗത്ത് അമേരിക്കക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം, അതിശക്തമായിരിക്കുന്ന മുന്നേറ്റം ഇപ്പോഴും യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ഉണ്ടാകുന്നു എന്നുള്ളത് അവർക്ക് വല്ലാത്ത രീതി അലോസരം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഈ ഒരു വിഷയം പല ഘട്ടങ്ങളിലും പ്രതിപക്ഷം തന്നെ അവരുടെ പാർലമെന്റ് ആയിരിക്കുന്ന നെസറ്റിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൃത്യമായ രീതിയിൽ ഒരു മറുപടി പറയാൻ ഇസ്രായേൽ സാധിക്കാത്ത വിധമാണ് ഇപ്പോഴും യമൻ്റെ മുന്നേറ്റം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.